നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് ദിലീപിന്റെ എതിർപ്പ് തള്ളിയിരിക്കുന്ന വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സാലി, എന്താണ് ദിലീപിന് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട്? ഈ മെമ്മറി കാർഡ് ചോർന്നതിന്റെ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. വിവരങ്ങൾ അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഈ നടിയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ ചോർന്നു എന്നൊരു പരാതി ഉയർന്നിരുന്നു. കോടതിയിൽ വെച്ചാണ് ചോർന്നത് എന്നതടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന ഒരു സംഭവമാണിത്. മുൻപ് ഈ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ സെഷൻസ് കോടതി തന്നെ നേരിട്ട് ആ കേസ് അന്വേഷിച്ചു. അതിൽ അന്വേഷണം പൂർത്തിയായി. അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ റെഡിയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ കൈവശവുമുണ്ട്. അപ്പോഴാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് കൂടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദം നടന്നിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിലെ വാദത്തിന്റെ ദിലീപിന്റെ അഭിഭാഷകൻ ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു കാരണവശാലും അതിജീവിതയ്ക്ക് കൈമാറരുത് എന്ന നിലപാടെടുത്തു. അതായത് അതിജീവിതയുടെ ഹർജിയെ ദിലീപിന്റെ അഭിഭാഷകൻ എതിർക്കുകയുണ്ടായത്. ആ എതിർപ്പ് കോടതി തള്ളി. അപ്പോൾ ഒരു അർത്ഥത്തിൽ ദിലീപിന് വീണ്ടും ഒരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എവിടെ നിന്നാണ് ഇത് ചോർന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഗൗരവതരമായ ചില വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ദിലീപ് പറഞ്ഞത് ഈ റിപ്പോർട്ട് കൈമാറരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതടക്കമുള്ളതിൽ അന്വേഷണം ഉണ്ടാവുകയും അതിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കോടതി ജീവനക്കാരടക്കം ചിലർ സംശയത്തിന്റെ നിഴലിലുമാണ്. സ്വാഭാവികമായും ഇതിലെ വിവരങ്ങൾ ഒരുപക്ഷെ ദിലീപിന് തിരിച്ചടിയാകുന്നത് തന്നെ ആയിരിക്കാം എന്ന തോന്നലിൽ നിന്നായിരിക്കാം ഈ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ദിലീപ് കോടതിയിലെത്തുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ദിലീപിന് കൂടുതൽ കുരുക്കിലേക്കാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സെഷൻസ് കോടതി നേരിട്ട് നടത്തിയ ഒരു അന്വേഷണമാണ്. അത് എവിടെ നിന്ന് ചോർന്നു, എങ്ങനെ ചോർന്നു എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസിന്റെ അധികാര പരിധിക്ക് പുറത്താണ് സംഭവം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായത്. അങ്ങനെയാണ് ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ ഇത് സെഷൻസ് കോർട്ട് നേരിട്ട് അന്വേഷിക്കട്ടെ എന്ന് ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് കോടതി അന്വേഷിച്ചതും റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത്. ഇനി തുടർ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് ആണ്. അതെന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ അതിജീവിതയ്ക്ക് ഇതിന്റെ പകർപ്പ് ലഭിക്കുന്നതോടുകൂടി ആ വിവരങ്ങൾ പുറത്ത് ലഭിക്കുമെന്ന് കരുതുന്നു മാധ്യമങ്ങൾക്കടക്കം. അങ്ങനെയാണെങ്കിൽ അതിൽ തുടർ നടപടികളിലേക്ക് പോകേണ്ടി വരും, കേസെടുക്കേണ്ടി വരും, കടുത്ത നടപടികളിലേക്ക് കോടതിക്കും കടക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിജീവിത സുപ്രീം കോടതി വരെ പോയതാണ് ഈ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ. കാരണം തന്റെ വ്യക്തിത്വത്തിന് ഹാനി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ചോർന്നിരിക്കുന്നത്. അതൊരു കാരണവശാലും ചോരാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ചോർന്നതിൽ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ആവശ്യം. ആ അതിജീവിതയ്ക്കൊപ്പമാണ് സുപ്രീം കോടതിയും ഇപ്പോൾ ഹൈക്കോടതിയും നിന്നിരിക്കുന്നത്. ഇനി അന്വേഷണത്തിന് കൂടിയുള്ള സാധ്യത തെളിയുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, ഇതിൻ്റെ ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത് കോടതിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് ചോർന്നത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ഒരുപക്ഷെ ആരാണ് കോടതിയിൽ ഈ ഉദ്യോഗസ്ഥരെ സമീപിച്ചതെന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അതിൽ അന്വേഷണം കോടതി തന്നെ മേൽനോട്ടത്തിൽ നടത്തുകയും ചെയ്തു. ഏതായാലും ഇനിയിപ്പോൾ അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ അവിടെ നിന്ന് അതിജീവിതയുടെ ഭാഗത്തുനിന്നോ മറ്റോ പുറത്തുവിടുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ, അല്ലേ സാലി? തീർച്ചയായും. കാരണം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അത് കോടതിയിൽ നിന്നാണെന്നും കോടതി സമയത്തിന് പുറത്തുള്ള സമയത്താണെന്നും, അതായത് കോടതിയുടെ വർക്കിംഗ് അവറുകളിൽ അല്ലാതെയാണ് ഈ ആളുകൾ ഈ ദൃശ്യങ്ങൾ കാണുകയോ പകർത്തുകയോ ചെയ്തിരിക്കുന്നതെന്നും അതെന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വ്യക്തത കുറവുണ്ട്. ഹാഷ് വാല്യൂ മാറി എന്ന് മാത്രം വ്യക്തമായിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടതുകൊണ്ടാണോ ആരെങ്കിലും പകർപ്പെടുത്തതുകൊണ്ടാണോ എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. വളരെ വിശദമായ സാങ്കേതികത്വം നിറഞ്ഞ ഒരു അന്വേഷണത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ഈ പകർപ്പ് കിട്ടുന്നതോടുകൂടി അതിജീവിത അതിന്റെ നിയമ പോരാട്ടം അങ്ങേയറ്റം വരെ കൊണ്ടുപോകും. സുപ്രീം കോടതിയിൽ വരെ പോകാനും സാധ്യതയുണ്ട് ഈ കേസിൽ. കാരണം കോടതി മുറിക്കുള്ളിൽ നടന്ന ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഏതായാലും വരും ദിവസങ്ങളിൽ ആ റിപ്പോർട്ട് പുറത്ത് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളടക്കമുള്ളവർ കരുതുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നടിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിന്റെ തുടർച്ച വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും.
ശരി, സാലിയാണ് വിവരങ്ങൾ നൽകിയത്. നീതിന്യായ വ്യവസ്ഥയെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയ സംഭവമായിരുന്നു മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതടക്കമുള്ള കാര്യങ്ങൾ. മെമ്മറി കാർഡ് ചോർന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്തു. ഏതായാലും ആ അതിജീവിതയ്ക്ക് ആശ്വാസമായി അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.